ഇന്നത്തെ വീഡിയോയിൽ ഒരു സോയാബീനും മുട്ടയും വെച്ചുള്ള ഒരു വെറൈറ്റി തോരനാണ് തയ്യാറായി കാണിക്കുന്നത്. അപ്പോൾ അത് കണ്ടു നോക്കിയാലോ. ആദ്യം സോയാബീൻ ഒന്ന് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒരു ചരുവത്തിൽ വെച്ച് അതിലേക്ക് ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമുക്ക് സോയാബീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. 2-3 മിനിറ്റ് വേവിച്ചാൽ മതിയേ. എന്നിട്ട് ഇതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കണം. അതിന് ശേഷം നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 2 മുട്ട എടുത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കാം. ഇനി നന്നായിട്ട് പഴുത്ത ഒരു തക്കാളിക്ക് എടുത്ത് മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ച് പൾപ്പാക്കി എടുക്കണം. ഇനി സോയാബീൻ കഴുകി എടുത്തത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം. ചീനച്ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് കടുക് പൊട്ടിച്ച് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഉള്ളി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് വഴട്ടിയെടുത്തു. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി അതിന് ശേഷം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിപ്പൾപ്പും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി വഴട്ടി എടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അല്പാൽപ്പമായിട്ട് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് പേസ്റ്റ് രൂപത്തിലാവുന്ന സമയത്ത് കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് സ്ക്വയർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കവും സവാള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലേക്ക് പൊടിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി ഇതിലെ വെള്ളമൊക്കെ വരട്ടി വരുന്ന സമയത്ത് നമുക്ക് ചിക്കി തോർത്തിയെടുത്തിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ സോയ ചങ്ക്സ് മുട്ട ചിക്കിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.